നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ തലമുറ മാറ്റം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മത്സരിക്കാനുള്ള ആഗ്രഹം മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുറന്നു പ്രഖ്യാപിച്ചത് കോൺഗ്രസിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു. സീനിയർ നേതാക്കൾ മത്സര രംഗത്ത് ഉണ്ടാകുമെന്ന മുല്ലപ്പള്ളിയുടെ പ്രസ്താവന യുവനേതാക്കളെ നിരാശരാക്കുന്നതാണ്. എന്നാൽ ഇത്തവണയെങ്കിലും കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന്റെ എംഎൽഎമാരുണ്ടാക്കാൻ മുല്ലപ്പള്ളി മത്സരിക്കണം എന്ന് പാർട്ടിക്കുള്ളിലും അഭിപ്രായമുണ്ട്. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ സന്നദ്ധനാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അതിനർത്ഥം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. യുവപ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനൊപ്പം മുതിർന്ന നേതാക്കൾ മത്സരിക്കാനായി ഒരുങ്ങുന്നതോടെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിൽ സൃഷ്ടിക്കുക ചെറുതല്ലാത്ത പ്രതിസന്ധിയാകും. കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് സീറ്റുകളിൽ മത്സരിക്കാൻ നേതാക്കൾ കുപ്പായം തുന്നിയിരിക്കുകയാണ്. കൊയിലാണ്ടിയിൽ DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ, നാദാപുരത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് KM അഭിജിത്ത്, കോഴിക്കോട് നോർത്തിൽ അഡ്വക്കേറ്റ് ജയന്ത്. അങ്ങനെ നീളുന്നു പട്ടിക. ഇതിനിടെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥി മോഹം പരസ്യമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ മത്സരിക്കാനൊന്നും എനിക്കൊരു കാലത്തും പ്രയാസം ഉണ്ടായിട്ടില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞാൻ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെ വേണമെങ്കിലും എന്നെ സ്വാഗതം ചെയ്യുമെന്ന വിശ്വാസം എനിക്കുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മുല്ലപ്പള്ളി കണ്ണുവെക്കുന്നത് കൊയിലാണ്ടിയോ നാദാപുരമോ ആണ്. നാദാപുരം മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മേഖലയാണ്. ലീഗുമായി അത്ര നല്ല ബന്ധമല്ല മുല്ലപ്പള്ളിക്കുള്ളത്. നാദാപുരത്തേക്കാളും മുല്ലപ്പള്ളിയുടെ മനസ്സിൽ കൊയിലാണ്ടിക്ക് ഇടമുണ്ടാകും. കൊയിലാണ്ടിയിൽ സീറ്റ് ഉറപ്പിച്ച് പ്രാരംഭ പ്രവർത്തനങ്ങളുമായി ഏറെ മുന്നോട്ടു പോയ DCC പ്രസിഡന്റ് പ്രവീൺകുമാറിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തലമുറ മാറ്റമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരിക്കെയാണ് മുല്ലപ്പള്ളി ആഗ്രഹം പരസ്യമാക്കിയതെന്നും ശ്രദ്ധേയമാണ്. സംസ്ഥാന കേന്ദ്രമന്ത്രി പദം ഉൾപ്പെടെ സ്ഥാനമാനങ്ങളെല്ലാം ലഭിച്ച നേതാവ് വീണ്ടും മത്സരരംഗത്തേക്ക് വരുന്നത് പാർട്ടിയിലെ യുവനിരയെ നിരാശരാക്കുന്നതാണ്. ഇതിനു പുറമെ മുല്ലപ്പള്ളി ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം ഉയരാൻ സാധ്യതയുമുണ്ട്. ഇത് മുഖ്യമന്ത്രി സ്ഥാനം മോഹിച്ചിരിക്കുന്ന സംസ്ഥാന നേതാക്കൾക്കും തലവേദനയുണ്ടാക്കും. അതേസമയം 1/4 നൂറ്റാണ്ടായി ഒരു കോൺഗ്രസ് MLA പോലുമില്ലാത്ത കോഴിക്കോട് ഇത്തവണ അനുകൂല സാഹചര്യം ഉപയോഗിക്കാൻ മുല്ലപ്പള്ളിയെ പോലുള്ളവരെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. ഇതുകൂടി കണ്ടാണ് മുല്ലപ്പള്ളി ഒരു മുഴം മുമ്പേ എറിഞ്ഞത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ MLA ആയിട്ട് മത്സരിക്കുക എന്ന് വിചാരിക്കുക. മത്സരിച്ച് ജയിച്ചു കഴിയുകയും UDF അധികാരത്തിലേക്ക് വരാനുള്ള സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം ആ ക്ലെയിം ഉന്നയിക്കും. അല്ലാതെ അദ്ദേഹം ഒരു MLA ആയിട്ട് നിന്നിട്ട് സമയം കളയാൻ വേണ്ടിയിട്ടാവും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം അതൊന്നുമല്ല. കാരണം അതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്, KPCC അധ്യക്ഷനായിരുന്ന ഒരാളാണ്. തന്നോട് ആലോചിക്കുക പോലും ചെയ്യാതെ കോഴിക്കോട് ജില്ലയിൽ നേതാക്കൾ സ്ഥാനാർത്ഥിത്വം സ്വയം തീരുമാനിച്ചതിലുള്ള അമർഷപ്രകടനവും മുല്ലപ്പള്ളിയുടെ പരസ്യ നിലപാട് പ്രഖ്യാപനത്തിലുണ്ടെന്നാണ് സൂചന. മുല്ലപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം സീറ്റ് മോഹിച്ചിരിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെയെങ്കിലും ഉറക്കം കെടുത്തുന്നതാണ്. കണ്ണൂരിൽ നിന്നും ഫെലിക്സിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.